അഞ്ചുകരമുള്ളവനും കവിമാതാവും ജഗത്തിൽ തുണക്കേടം കടൽ വർണ്ണൻ താൻ പഞ്ചഭൂതി തെളിവാനായി ഗുരുപാദം ഞാൻ നെഞ്ചകത്തങ്ങിരി പൊഴുതും കരുതു നിന്നിൻ ചെന്നുടന ബാലിയെ പോർ വിളിച്ചിടുക കൊന്നുകളവൽ ഗുരുവാണവില്ലാണ് ഞാൻ. അപ്പോൾ വളരെ സുദീർഘമായ അനുഭവമാണ് കളിയാട്ടം എന്ന സിനിമയിലൂടെ നമുക്ക് ഇതുവരെയായിട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ സംവിധായകനുമായിട്ടും മറ്റ് അന്ന് മഞ്ജു വാര്യറുമായിട്ടൊക്കെ, പക്ഷെ അവരുമായിട്ട് അങ്ങനെ നമ്മൾ കൂടുതൽ ഇടപഴകാൻ നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് വെച്ചാൽ അവരെ സൈറ്റിലുള്ള സമയത്ത് നമുക്ക് എന്തെല്ലോ പരിപാടികൾ ഇപ്പുറം വേറെ മറ്റുള്ളത് ചെയ്യണം. പിന്നെ അവരുടെ സംഭവങ്ങളൊക്കെ ഓരോ വേറൊരു സ്ഥലത്തു നിന്നാണ്, നമ്മൾ ഈ സ്ഥലത്തു നിന്നേ അല്ല. നമ്മൾ ഈ തെയ്യങ്ങൾ നടക്കുന്ന സ്ഥലത്തു നിന്നല്ല അവരുടെ സീന് വരുന്നത്. അപ്പോൾ ആ സീൻ അവർ വരുമ്പം അവർ വന്നു, അവരാ കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവർ വന്നിനോ എന്ന് സംശയം. ഇപ്പോൾ കളിയാട്ടത്തിന്റെ ആ പാട്ട് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് നോക്കുന്നതായിരിക്കുന്ന രംഗമുണ്ട്. അപ്പൊ അന്ന് മഞ്ജു വാര്യർ വന്നിട്ടേ ഇല്ല. ഒരു പക്ഷെ നമ്മൾ ആ സീന് കാണുമ്പോൾ ഉണ്ടാവും, സെറ്റിലിംഗിൽ വരുന്നതാണല്ലോ. അപ്പൊ അത് നമ്മൾ കാണുന്നത് ഇപ്പൊ അവരാ പാട്ട് സീൻ കാണാൻ വരുന്നതാണ്, പക്ഷെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതില് ഇപ്പം ആ പിന്നെ അവസാനമായിട്ട് കാണുന്ന തീയിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം എപ്പോഴും ഉണ്ടായിരുന്നു തന്നെ നമുക്ക് തോന്നിപ്പോ. അല്ല അങ്ങനെയല്ലേ പ്രവേശം അല്ല തീയിലേക്ക് ഞാൻ പോകുന്നിട്ട് മൂപ്പര് പോകുന്ന രംഗം. എന്തായാലും അത് വളരെ നല്ലൊരു അനുഭവമായി, നല്ലൊരു അനുഭവം നമുക്ക് അനുഭവം പങ്കിട്ട്. തീർച്ചയായിട്ടും അത് വെച്ചാല് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നാട്ടിലെത്തി സിനിമ വന്നിറങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പേര് തളിപ്പറമ്പിൽ ഒന്നും കൂടെ കിട്ടി. അപ്പോൾ കളിയാട്ട് സിനിമയിലേക്ക് കൂടെ നാരായണ പെണ്ണാന്റെ ആ ഒരു പേര് പത്മശ്രീയിലേക്കുള്ള ആ ഒരു വരവ്, അത് ഈ കളിയാട്ടം സിനിമ അതിലെ ഈ സമർപ്പണം അതൊക്കെ ഇതിനെ സ്വാധീനിക്കും. അതിപ്പോ നമുക്ക് അത് എന്താണെന്ന് ഇപ്പൊ നമുക്കറിയാം. സിനിമ കഴിഞ്ഞിട്ട് കുറെ കാലങ്ങളായില്ല. അപ്പൊ അതിന് ശേഷമാണല്ലോ പത്മശ്രീ വരുന്നത്. അപ്പൊ അത് ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും അവര് ഇന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ ശരിക്കും വെരിഫിക്കേഷൻ അവർ അന്വേഷണം നടത്തിയിട്ടാണല്ലോ നമുക്ക് എന്തായാലും തരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കളിയാട്ട സിനിമയിലൂടെ ഇന്ന ആളാണ് അതിന്റെ പിന്നിൽ തെയ്യങ്ങളൊക്കെ കെട്ടിയ ആള് ഇന്ന ആളാണ്. അപ്പൊ അതും കൂടെ അതിന്റെ ഒരു എത്ര കോലം കെട്ടിക്കഴിഞ്ഞു ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ആ വിശേഷങ്ങൾ അങ്ങനെ അങ്ങ് തുടരട്ടെ. അതേസമയത്ത് നാരായണൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്നല്ലോ. അതൊരു ഭയങ്കര അനുഭവമാണ്. അതായത് നമ്മൾ ഈ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഓരോരാൾക്ക് മാഷുമാർ ചോദിക്കുമല്ലോ, എനിക്ക് എന്താ ആവണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒരാൾ കളക്ടറാണ്, മറ്റേ പിന്നെ SI ആണ്, പോലീസാണെന്നല്ല മറ്റേ ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, പിന്നെ നാരായണൻ എന്താ ആവാൻ ആഗ്രഹം ചോദിച്ചു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞത് എനിക്കൊരു ഡ്രൈവർ ആവണമെന്നോ. അത് ശരി. എന്തോ എനിക്ക് അന്നേരം ചെറുപ്പത്തിൽ എനിക്ക് തോന്നി. അപ്പം അന്നേരം തെയ്യം ഇങ്ങനെ കെട്ടാൻ തുടങ്ങിയിട്ടില്ലല്ലോ, വളരെ ചെറുപ്പത്തിലല്ലേ, ബേർഡെല്ലാം കിട്ടുന്ന സമയത്താണല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് ഡ്രൈവർ ആവണമെന്നോ. അപ്പോൾ അന്നേരം വണ്ടി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വിദ്യാഭ്യാസം പകുതിക്കും കട്ടായി. 8ാം ക്ലാസ്സിൽ നിന്ന് വിദ്യാഭ്യാസം അങ്ങോട്ട് പോയി. പിന്നെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു വർക്ക്ഷോപ്പ് നടന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ മോനെ ഇവിടെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തളിപ്പറമ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി വർക്ക്ഷോപ്പിൽ കൂടി ഇങ്ങനെ പഠിച്ചപ്പോൾ നമ്മളെ പെങ്ങളെ കല്യാണം കഴിച്ചത് പിന്നെ അരുളിയിലൊരാളാണ്. പുള്ളി വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ അയാൾ അന്നേരം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ പെങ്ങളെ കൂടെ ഞാനും അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നത്. ഡ്രൈവിങ് പഠിച്ച് അവിടുന്ന് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ലൈസൻസ് ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ 2ാമത്തെ പെങ്ങളെ ഭർത്താവ് പിന്നെ CP ഷാറയിൽ ജോലിയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ 2-3 ആപ്ലിക്കേഷൻ വന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോം വന്നപ്പോൾ മൂപ്പർ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത് എന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ പോയി തൃശ്ശൂർ വെള്ളാരിക്കര പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി. അന്ന് ഡ്രൈവറിന്റെ 8ാം ക്ലാസ് മതിയെന്ന് തോന്നുന്നു. അന്ന് 8ാം ക്ലാസ്സേ കൊണ്ടു. അന്ന് ഡ്രൈവർക്ക് 8ാം ക്ലാസ്സേ കൊണ്ടു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പിന്നെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അതുകൊണ്ട് പിന്നെ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറേ കാലം ജോലി വേണ്ടാന്നിട്ട് സ്ഥലം പിടിക്കാറുണ്ട്. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഈ തെയ്യത്തിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് നിലമ്പൂരായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് പിന്നെ ഇടക്കിടക്ക് മുങ്ങും. എനിക്കിവിടെ തെയ്യം എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം പിന്നെ എനിക്ക് ജോലിന്ന് എനിക്കതൊരു വിഷയമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ ജോലിയിൽ നിന്ന് കുറേ കാലം പോവാണ്ടിരുന്ന് അങ്ങനെ വന്നപ്പോൾ നമ്മളെ ഈ ശ്യാമസുന്ദരൻ എന്ന് പറഞ്ഞൊരു വൈസ് ചാൻസലർ, അയാൾ അണ്ടലൂർക്കാരനാണ്. അപ്പോൾ പുള്ളി അണ്ടലൂർക്കാവുമായിട്ട് ലേശം ബന്ധുവിലാണ്. ഈ ബാല്യത്തെയ്യം വളരെ പ്രമാദമായിട്ട് കെട്ടിയാടുന്ന ഒരു സ്ഥലമാണ്. അതെ അണ്ടലൂർക്കാവ്. അപ്പോൾ അവിടെ ഈ പിന്നെ ഇയാളെ പിന്നെ മേശപ്പുറത്ത് ഫയൽ വന്നു, എൻ്റെ ഇങ്ങനെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ഇയാളിപ്പം
ഒരു അഡ്രസ്സും ഇല്ല. അഡ്രസ്സല്ല. അപ്പോൾ എന്താ പറഞ്ഞില്ല, ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കക്ഷി ആടി ഉണ്ട് എന്ന് വെച്ചാൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കണം, ഇയാളൊരു കലാകാരനാണ്, അതുകൊണ്ട് അയാൾ നമുക്ക് വിടാൻ പാടില്ല. അങ്ങനെ ശ്യാമസുന്ദരത്തിൻ്റെ ഇതിൽ എന്നെ ഓടിച്ച് പിടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് ഒരു അഭിമുഖം വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ബിസിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് പോയി നേരിട്ട് പോയി അവരെ ചേംബറിൽ എല്ലാവരും ഉണ്ട്. ഡയറക്ടർ ഉണ്ട്, പിന്നെ വി സി ഉണ്ട്, പിന്നെ കൺട്രോളർ ഉണ്ട്, പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, DR ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ലീവ് എടുക്കുമ്പോൾ ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ടിട്ട് പോകേണ്ടതെന്ന്. സാർ ഇങ്ങനെ ഞാനിങ്ങനെ സ്വന്തം ക്ഷേത്രമുണ്ട്, അപ്പോൾ ആ ക്ഷേത്രം ഒത്തിരി നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമില്ലായപ്പോൾ പിന്നെ എന്നാലും ഒരു കടലാസ് എഴുതി ഒപ്പിട്ടിട്ട് പോയിക്കൂടെ, ലീവ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എല്ലാ ലീവും എടുക്കാമല്ലോ, ഒരുപാട് ലീവില്ലേ, അങ്ങനെ എടുത്തുവിടുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ശരി പോട്ടെ, അതൊക്കെ ഇനി പിന്നിൽ പോയ കാര്യമില്ലേ, അപ്പോൾ ഇനി തുടർന്ന് പോകാനുള്ള താല്പര്യമില്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എവിടെ താല്പര്യം ചോദിച്ചു. അപ്പോൾ അയാൾ തെയ്യത്തിൻ്റെ ഒരു നല്ലൊരു ഇതിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ പന്നിയൂരോ പിലിക്കോടോ, അതാണ് എനിക്ക് അടുത്തുള്ള സ്റ്റേഷൻ. അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം, പന്നിയൂർ വേക്കൻസി ഇല്ല, അപ്പോൾ പിലിക്കോട് ഒരു വേക്കൻസി ഉണ്ട്, അതും എൻ്റെ പോസ്റ്റല്ല, അവിടെ പിന്നെ ഹെവി പോസ്റ്റാണ്. അപ്പോൾ എന്നോട് ഹെവി വണ്ടി എടുക്കില്ല ചോദിച്ചു. ഞാൻ വണ്ടിയിൽ എടുക്കുന്നുണ്ട്, വണ്ടി ഞാൻ ബസ്സിലെടുക്കുന്നതെന്നു. അതെ, അങ്ങനെയാണ് ഒരു കാര്യം. ലൈസൻസ് ഉണ്ട്, എനിക്ക് എല്ലാ ലൈസൻസും ഉണ്ട്, മോട്ടോർ ബൈക്കിൻ്റെയും എല്ലാ ലൈസൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇയാൾ പറഞ്ഞു തന്നാൽ പിന്നെ അവിടെ പിലിക്കോട് പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓർഡർ അടിച്ചു തന്നു, അവിടെ പോയി ജോയിൻ ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ കുറേ കാലം പിന്നെ അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് തെയ്യത്തിൻ്റെ സമയത്തിന് ഇടയ്ക്ക് ലീവ് എടുത്തിട്ട് പോകും, പിന്നെ അതിന് പകരം വേറെ ആളെ ആക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയല്ലായിട്ട് അവിടെ നിന്ന് പിന്നെ പന്നിയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഡ്രൈവറായിട്ട് പോകാൻ. അതൊരു വെച്ചാൽ നമ്മൾ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കലുണ്ടല്ലോ മനസ്സിൽ പലതും. അപ്പോൾ അതുപോലെ ഒരു ദിവസം പിന്നെ നമ്മൾ വെള്ളാനിക്കര പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എറണാകുളത്ത് പോകണം, എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ആരാളെ ചോദിച്ചപ്പോൾ നിലമ്പൂർ വണ്ടി ഉണ്ട്, വന്നിട്ട് ആ വണ്ടി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെരുന്നാൾ നിലമ്പൂർ വണ്ടി തന്നെ വിടാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ വേറെ വണ്ടിയൊന്നും ഇല്ല അവിടെ അന്നേരം, ആ സമയത്ത് വേറെ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ അന്നേരം പറഞ്ഞു ഏതായാലും പിന്നെ EP വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഡ്രൈവറെ പിന്നെ നമുക്ക് തൽക്കാലം ആ വണ്ടിയിൽ കൂട്ടിയിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, ഈ വണ്ടിയിൽ വരുന്നവർക്ക് എന്നെ അറിയാം, പക്ഷെ അങ്ങനെ വരുന്നവർക്ക് നമ്മളെ ആരും അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി ഇത്ര സമയത്തിന് അവിടെ എയർപോർട്ടിൽ അവിടെ എത്തിക്കണം, ആ വണ്ടി കണ്ടാലേ അവർ വരും, യൂണിവേഴ്സിറ്റിയിൽ ബോർഡ് കണ്ടാലേ അവർ വരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരി, ഞാനും ഇതുവരെ എയർപോർട്ടിൽ പോയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പ്രൊഫസർ പെണ്ണുങ്ങളാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വണ്ടിയിലിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ല, പിന്നെ അവിടെ വന്നു ഞാനും ഇതുവരെ എയർപോർട്ടിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ശരി വിടാം നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് ടൈമിന് എത്തിക്കാൻ വേണ്ടേ, അത് വേണം. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ മുറുക്ക പിടിച്ചോ, ഹാൻഡിലവിടെ മുറുക്ക പിടിച്ചോന്ന് പറഞ്ഞു. നിങ്ങൾ ആ മുറുക്ക പിടിച്ചോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജഗതിയുടെ ഒക്കെ ചില സീനുകൾ. അതെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ടൈം 1 മണിക്കൂർ ലേറ്റാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് രക്ഷ കിട്ടി. അപ്പോൾ അങ്ങനെ പോർട്ടിക്കോലാട് വണ്ടിയും വെച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഓരോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് വന്നപ്പോൾ പെണ്ണുങ്ങൾ ദൂരത്ത് നിന്ന് നോക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ പട്ടി എല്ലായിടത്ത് ടീൽ വന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഞാൻ നിലമ്പൂരേക്ക് വരികയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഈ വണ്ടിയിൽ വന്ന പ്രൊഫസർ നമ്മൾ DR-നോട് പോയിട്ട് പറഞ്ഞു, നമ്മൾ ഡ്രൈവർ മുഖ്യമന്ത്രിൻ്റെ ഡ്രൈവർ ആവേണ്ട ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി ഡ്രൈവറാണിപ്പോൾ എന്നെ വിളിച്ചിട്ട് പ്രൊഫസറോട് പറഞ്ഞു. പ്രൊഫസർ പറഞ്ഞു നാളെ നിന്നെപ്പറ്റി ഭയങ്കര അഭിപ്രായം എന്നുള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് പിന്നെ ഒന്നും തിരിഞ്ഞിട്ടില്ല, ഇതാണ് സമയത്തിന് എത്തിക്കേണ്ട തിരക്കല്ലേ. ഇവിടെ ഞാൻ പിന്നെ ജീപ്പ് അന്നേരം എൻ്റെ ഒരു വണ്ടിയാണ്, തളിപ്പറമ്പിൽ അന്നേരം ജീപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു കാലഘട്ടം, അതൊരു ഹരവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ജീപ്പ് പിന്നെ നമ്മൾ അങ്ങ് പോയി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇവിടെ ഓർക്കാടി തലപ്പാടി നമ്മളവിടെ ഒരു KVK കൃഷി വിജ്ഞാന കേന്ദ്രം ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാരായണ തലപ്പാടിയിൽ അങ്ങനെ ഒരു സെന്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം SC/STന്റെ ഒരു പ്രോജക്റ്റാണ്. അത് ശരി. അങ്ങനെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ആദ്യം അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി. അപ്പോൾ അന്നൊരു പിന്നെ അവിടെ ഒരു പഴയ ഒരു പിന്നെ ഇല്ലം പോലത്തെ ഒരു സ്ഥലമുണ്ട്, അത് വയലിലേക്ക് ഇറങ്ങണം, വയലിലേക്കൂടെ പോകണം. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുള്ള സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സ്റ്റേഷനിൽ നിന്നും ആൾക്കാർക്ക് അടുത്തേക്ക് ക്ഷണമുണ്ട്. അപ്പോൾ അങ്ങനെ നിലമ്പൂർ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി അവിടെ കൂടി. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. ഇപ്പോൾ വരാൻ വേണ്ടി വന്നപ്പോൾ അവരെ ബെൻസ് കാർ അങ്ങോട്ട് ഇറങ്ങൂല. അപ്പോൾ ബെൻസ് കാർ പോകാണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇയാൾ താഴേക്ക് കൊണ്ട് അവിടെ വെച്ചിട്ട് ഉദ്ഘാടനം നടത്താം. അപ്പോൾ എങ്ങനെ പോകാന്ന് ചോദിച്ചാൽ 4 വീലിലെ വണ്ടി വേണം. ഒരൊറ്റ വണ്ടിക്ക് 4 വീലില്ല, എല്ലാം 2 വീലർ വണ്ടിയില്ല.
അപ്പോൾ അങ്ങനെ നോക്കാൻ പറഞ്ഞു ആരോ നിലമ്പൂര് വണ്ടിയുണ്ട് ഇടാ, നിലമ്പൂര് കുന്നമലയും കയറി വരുന്നതാണ്. നമ്മളെ 4 വീലിലാണ് മലമ്പ്രദേശമല്ലേ, അതുകൊണ്ട് ആടത്തെ വണ്ടിക്ക് 4 വീലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പിന്നെ EP-നെ വിളിക്കുന്നു. അതുകൊണ്ട് നമ്മളെ വിളിച്ച് പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രിനെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അന്ന് ഇവിടെ പന്നൂരേക്ക് വരുന്നതിന് മുന്നേ ആയിരുന്നു? പന്നൂർക്ക് വരുന്നതിന് മുന്നേ. അത് നമ്മൾ നിലമ്പൂരിലെ സമയത്തല്ലേ, നിലമ്പൂർ ഇല്ല സമയത്ത്. അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കുറേ ആയി. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ പിന്നെ വന്ന് അപ്പോൾ അവനോട് പറഞ്ഞു നാരായണൻ്റെ വണ്ടി എടുത്തിട്ട് പിന്നെ മുഖ്യമന്ത്രി താഴെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവന്നു. കിട്ടിയ ചാൻസ് ഞാനും പറ്റില്ല. ആ ഒരു അരമണിക്കൂർ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറാവാൻ ഒരു ഭാഗ്യം കൂടെ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അനുഭവം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ആ ഒരു അന്ന് പറഞ്ഞൊരു വാക്ക്, മുഖ്യമന്ത്രിൻ്റെ ഡ്രൈവറാവേണ്ട ആളാണ് നാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ഒരു അരമണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഞാൻ മുഖ്യമന്ത്രിൻ്റെ കൂടെ താഴെ പോയി ഉദ്ഘാടനം കഴിഞ്ഞ് അതേ വണ്ടിയിൽ തിരിച്ച് മുകളിൽ കൊണ്ടിറക്കി കാറിൽ നമ്മുടെ ചെറുക്കക്കാരനാണല്ലോ, ചെറുക്കക്കാരനാണ്. അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. കുറേ പോണോ എന്ന് ചോദിച്ചു. അവരില്ല, ഇവിടുന്ന് കുറച്ചേ പോകേണ്ടത്, താഴോട്ട് പോകേണ്ടത്. അപ്പോൾ വയലാന്നില്ല, വയലിൽ 4 വീലിൽ ഇല്ലോണ്ട് അത് അങ്ങനെ നമുക്കൊരു ചാൻസ് കിട്ടി. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഡ്രൈവറായിട്ട് ബാക്കി കൂടെ നമുക്ക് ആ വകയിൽ കിട്ടി. പിന്നെ അങ്ങനെ ഓരോന്നെല്ലാം മനസ്സിങ്ങനെ ഉദ്ദേശിച്ച ഏറെക്കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ ആ ഒരു ആഗ്രഹം പോലെ എത്തി വന്നിട്ടുണ്ട്. അതാണ് ഇപ്പം പത്മശ്രീ കിട്ടുന്നതിൽ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു പിന്നെ നമുക്ക് അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അതും ഒരു സുപ്രഭാതത്തിൽ അതും സാധിച്ചു. അതിലും നമുക്ക് ഒരു ഭയങ്കര ഭാഗ്യമല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം മറക്കാൻ പറ്റാതെ അനുഭവങ്ങളാണ്. ഇപ്പം എല്ലാവരും കൊണ്ടു നടക്കുകയാണല്ലോ. പിന്നെ ഇപ്പം നാരായണത്തിന് മിക്ക ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ആദരവ്, ഉദ്ഘാടനം, അതുപോലെ അങ്ങനെ ഓരോ പരിപാടികളായിട്ട് എനിക്ക് ഇപ്പം ദിവസം പരിപാടിയാണ്. ഇപ്പം അടുത്ത മാസം ഇപ്പം ബോംബെയിലേക്ക് പോകണം, പിന്നെ അതുപോലെ പൂനെയിലേക്ക് ഒരു പരിപാടി. അതെല്ലാം ഇതിന് ആദരിക്കാൻ വേണ്ടി മാത്രം ക്ഷണിക്കുന്നതാണ്. എഴുത്തുകൂട്ടം നമ്മളെ കൂടെ വെച്ചിട്ട് എഴുത്തുകൂട്ടത്തിൽ ഒരു ആദരിക്കൽ കിട്ടി. അപ്പോൾ അതൊക്കെ പിന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണല്ലോ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു ഗുണം തന്നെയായിരിക്കാം. ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, നാരായണൻ നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ്. അനുഭവങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിൽ വളരെ പരാജയമായിരുന്നു എനിക്ക്. അതെ, പക്ഷെ എന്നിരുന്നാലും ഈ അനുഭവത്തിലൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്നും ഇങ്ങനെ പങ്കിടാനുള്ള ഒരു അവസരം, ഒരു സമയത്ത് എല്ലാവരും അത് കാതുകൂർപ്പിച്ച് അല്ല, അത് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള ഒരു വേദി വെച്ചാൽ നമ്മൾ ഈ തെയ്യവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളെ ഈ പണ്ട് കാലത്തിലെ ആചാരങ്ങളെ പറ്റിയിട്ടും നമ്മുടെ ഈ സവർണ മേധാവിത്വത്തിന്റെ അതൊക്കെ വെച്ചാൽ ഇപ്പം ചെറുക്കത്തമ്പുരാൻ ഞാൻ ഒരേ അടുത്ത സീറ്റിലിരിക്കേണ്ട ഒരു ഭാഗ്യം. അതുപോലെ നമ്മുടെ സോമൻ ജഡ്ജി നമ്മൾ ഒന്നിച്ചിരുന്നു. മൂപ്പർ പറഞ്ഞ് പത്മശ്രീ കിട്ടിയ ആളെല്ലാം നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല, അയാൾ അടുത്തിരിക്കാൻ നമുക്കൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് ഒരു സുവർണ അവസരം എന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തിരിക്കാൻ പോലും എനിക്ക് പറ്റൂല. ഇപ്പം നമ്മൾ സാധാരണ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അടുത്തിരിക്കാൻ പറ്റുമോ? നിങ്ങൾ അത്ര ദൂരത്ത് നിൽക്കണം അല്ലേ? അപ്പോൾ അതുപോലെ ചില ഇത് നമുക്ക് ചില കിട്ടുന്നൊരു സുവർണ നിമിഷം, സുവർണാവസരമാണ്. അത് നിങ്ങൾക്കും പത്മശ്രീ കിട്ടുന്ന ചില നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാഗ്യം. ഇപ്പം ജഡ്ജായ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, വേറെ എടി പോകാനും പറ്റൂല, ആൾക്കാരുമായിട്ട് തന്നെ ബന്ധങ്ങൾ പാടില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ചെറുക്കത്തമ്പുരാൻ്റെ അടുത്തിരിക്കാനുള്ളൊരു ഭാഗ്യം, അതെല്ലാം വെച്ചാൽ നമ്മൾ 7 അയലത്ത് നിൽക്കണം. തെയ്യം കഴിഞ്ഞാൽ എത്ര ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. വളരെ അതെ. അപ്പൊ ഇന്ന് അത് ഇപ്പം ഏറെക്കുറെ ആൾ മനസ്സിലാക്കും, ആ പത്മശ്രീ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇത്രയും കഴിവുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കും. ഏതായത് ആ പവർ, അതിന്റെ പവർ എന്താന്ന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്വല്പം മിഞ്ഞാന്നിപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ട് മുഖ്യമന്ത്രിൻ്റെ അടുത്ത കസേരയെല്ലാം നമ്മൾ ഇരിക്കേണ്ടി വന്ന്. അപ്പോൾ അതൊക്കെ ഈ പത്മശ്രീൻ്റെ ഗുണം കൊണ്ടല്ലേ. അപ്പോൾ നമ്മളെ ആ ഒരു പത്മശ്രീ എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം ഇപ്പം ശരിക്കും നമുക്കത് മനസ്സിലാവും. ഇവിടെയാണ് പൂന്താനത്തിൻ്റെ വരികൾ അർത്ഥവത്താവുന്നത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ആ ഭവാൻ എന്ന് പറയുന്ന ആള് അയാൾ എവിടെയില്ലേ നമുക്ക് അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ജ്ഞാനപ്പാനയിൽ അന്ന് പറഞ്ഞതാണല്ലോ, എത്ര കാലം മുമ്പേ എഴുതി വെച്ചാണ്, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്ന ഇതോ ചിലർ, സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടക്കുന്ന ഇതോ ചിലർ. അപ്പം അങ്ങനെ ഒരുപാട് ആ ഏത് കാലത്തായി ഇത് വെച്ചിന്, ഏത് കാലത്തായി ഇത് അനുഭവത്തിൽ വരുക, ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ലേ. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചില കൊണ്ട് വ്യാസൻ ഇങ്ങനെ പിന്നെ വേദങ്ങളെ പറ്റി വ്യാസിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിലും. അതുപോലെ അങ്ങനെയുള്ള ഓരോ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യ. ഇപ്പം രാമായണം ഇപ്പം കർക്കിടക മാസം വരാൻ പോകുന്നു, രാമായണ മാസം തുടങ്ങാനാണ് പോകുന്നത്. രാമായണം എന്തിനാ എഴുതി വെച്ചിന്, എന്തിനാ കർക്കിടകത്തിൽ വായിക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. കർക്കിടക മാസം വായിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. രാമായണം ഏത് മാസം വായിക്കും, അതിൽ തെറ്റൊന്നുമില്ല. കർക്കിടക മാസം വായിച്ചുവിടുന്നൊന്നുമില്ല. പക്ഷെ കർക്കിടക മാസം വായിക്കുക എന്ന് പറയുമ്പം വേറെ ഒന്നുമില്ല. കർക്കിടക മാസത്തിൽ ഒരു പണിയുമില്ല, മഴയും പെയ്ത് പിന്നെ വേണ്ടുന്ന കാക്ക കണ്ണു കൊടുക്കാതെ മഴക്കാലമാണ്. പഞ്ഞമാസം. അപ്പോൾ അത് വായിച്ച് നമ്മൾ ആ പൂർണ്ണതയിൽ എത്തുമ്പോൾ അടുത്ത സ്റ്റെപ്പ്
ചിങ്ങം പിറക്കുമെന്ന്. ആ ചിങ്ങം പിറക്കുമ്പോൾ നമ്മുടെ പുതിയ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് എത്തുമെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ ശ്രീരാമന്റെ കാര്യങ്ങളും മറ്റേ ദശരഥന്റെ കാര്യങ്ങളും അതേപോലെ ലക്ഷ്മണൻ്റെതും സഹോദര്യ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, പുത്രന്മാരും മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ വായിക്കുന്നത് രാമായണം തേച്ചും വായിച്ചാലും രാമനും സീതയും തമ്മിൽ എന്താ ബന്ധം ചോദിച്ചാൽ അത് അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പണ്ടേ ഉള്ളതാണ്, പണ്ടേ ഉള്ള ഒരു സംഭവമാണ്. അത് ശരിക്കും നമ്മൾ മനുഷ്യജന്മം കിട്ടിയ ആൾക്കാർ, പക്ഷെ നമ്മളെ ജന്മം മനുഷ്യജന്മം. അതിപ്പം ഇനി അടുത്ത ജന്മം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ മനുഷ്യനായിട്ട് രാമൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് മഹാവിഷ്ണു, ഈ ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ മനുഷ്യനായിട്ട് വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ്റെ കടമകൾ പഠിപ്പിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ പഠിക്കൂല, എന്നാലും പഠിക്കൂല. അത് നമ്മളൊരു പ്രത്യേകതയാണ്, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരാൾ പിന്നെ സൈക്കിൾ മേടിച്ചാൽ മറ്റോ സ്കൂട്ടർ മേടിക്കും, മറ്റോ സ്കൂട്ടർ മറ്റോ കാർ. അത് എന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, പക്ഷെ അങ്ങനെയല്ലേ പിന്നെ ലോകം ഉണ്ടാവില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യ, ഈർഷ്യ, ഡംബ്, അഹങ്കാരം, അഷ്ടരാഗങ്ങൾ ശരീരത്തിലാണ്, പ്രപഞ്ചത്തിലല്ല, മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പം മനുഷ്യന് അത് തിരിച്ചറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. തെറ്റും ശരി തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത്ര പോലും നമ്മൾ ഒരു നായ്ക്ക് ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ആ നായി നമ്മൾ ഏടെ കണ്ടാലും ഒന്ന് പാലാട്ടും. എനക്കൊരു അനുഭവം ഞാൻ എനിക്ക് പറഞ്ഞില്ല, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നല്ലേ, എപ്പോൾ ആ നായി എന്നെ കണ്ടിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവോ, ആ നായി അത് എന്നെ കണ്ടു. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു നായി വന്നിട്ടാണ് വന്നിട്ട് എൻ്റെ നെഞ്ഞത്ത് കയറി നിൽക്കുന്നത്. ഒന്നുമില്ല, ഞാനൊരു ചോറിട്ട് കൊടുത്തിട്ട് ഒന്നുമില്ല. ഇതെന്നെ കണ്ടപാട് ഞാൻ വെറുതെ തമാശ വിളിക്കുന്നൊരു പേരാണ് അമ്പു എന്ന് വിളിക്കുന്നത്. നമ്മൾ അമ്പു എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഒന്നും അറിയാത്തതിന്റെ സങ്കല്പമല്ലേ അമ്പു. എന്താ അമ്പുവിന്റെ കളി കളിക്കുന്ന പറഞ്ഞില്ല. ആ ഒരു അമ്പൂന്നിന്റെ പേര് ഞാൻ ഈ നായിനെ വിളിച്ചിട്ടേ ഇല്ലു. വിളിച്ചപ്പോൾ ഇത് ഇങ്ങനെ വാലാട്ടി ഇതിൻ്റെ അടുത്തേക്ക് വരുന്നു, തുള്ളി എൻ്റെ നെഞ്ഞത്ത് കാലും വെച്ചിട്ട് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് സമയം ഇങ്ങനെ നടന്നു. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തു. അപ്പോൾ അതാ ഞാൻ ആ ഫോട്ടോ കാണിച്ചെന്നില്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് മനുഷ്യനാ തന്നിന്. പക്ഷെ എങ്കിലും അത്രയും അവർക്ക് ആ നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുത്തതിൻ്റെ ഗുണം അവർ കാണിക്കും. അപ്പോൾ അത് മനുഷ്യനത് അറിയാഞ്ഞിട്ടല്ല, ഈ മത്സരബുദ്ധികൾ വരുന്നുണ്ട്. പരസ്പരം മനുഷ്യൻ ഇപ്പം നിങ്ങൾ നന്നാവും നിനക്ക് കണ്ടുകൂടാ, നിങ്ങൾ നന്നാവും നിനക്ക് കണ്ടുകൂടാ. എന്താ അതിൻ്റെ ആവശ്യം? എൻ്റെ ജന്മം എൻ്റെ തലയിൽ വരച്ച് നിങ്ങൾക്ക് കിട്ടുമല്ലോ, നിങ്ങൾ എന്ത് എടുത്താലും കിട്ടൂല. പിന്നെ അത് പൂർവജന്മാർച്ചിത കർമ്മമത്രേ ഭുവി സർവ്വലോകർക്കും സുഖ ദുഃഖ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർവീകന്മാർ നമുക്ക് ചെയ്തു തന്ന കർമ്മത്തിന്റെ ഫലമാണ് നമ്മളെടുക്കുക. അതൊക്കെ രാമായണത്തിലുള്ള കാര്യങ്ങളാണ്. മക്കളില്ലാതാക്ക്, മക്കളെ ദുഃഖങ്ങൾ നിങ്ങൾ മരിക്കണം എന്ന് പറഞ്ഞ ശാപം കിട്ടിയാൽ ഇതെങ്ങനെ ഭരിക്കുക? അപ്പൊ അങ്ങനെയാണല്ലോ ദശരഥൻ പുത്രകാമേഷ്ടിയാഗം നടത്തേണ്ടത്. അങ്ങനെയാണ് ദശരഥന്റെ കാര്യം. ശാപം കിട്ടിയതുകൊണ്ടാണല്ലോ ഇയാള് രണ്ടാമത് പുത്രകാമേഷ്ടിയാഗം നടത്താൻ കാരണം. മറ്റേ ഇയാൾക്ക് മക്കളില്ലല്ലോ. അപ്പൊ അങ്ങനെ പുത്രകാമേഷ്ടിയാഗം നടത്തി. പുത്രന്മാരുണ്ടായി, 4 പുത്രന്മാരുണ്ടായി. അപ്പോൾ കൈകൈ ഇവൻ്റെ ഇവള് മന്ധരയും പോയി പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു വരം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വരത്തിനാന്ന് ചോദിച്ചത്. അപ്പോൾ കിട്ടുന്ന വരം എന്ന് വെച്ചാൽ ഇത് നേരത്തെ കരുതിക്കുട്ടി വെച്ചതാണ്. അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഉള്ള ചില യോഗങ്ങൾ, ചില അനുഭവങ്ങൾ, അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. എങ്ങനെ പറ്റില്ല? ശിരസിൽ വരച്ചത് തെറ്റിക്കാൻ പറ്റില്ല എന്നതാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നാരായണന്റെ ജീവിതത്തിലായാലും ഇത്രയും പരീക്ഷണങ്ങളും അതേ അവസരം ചേർത്ത് പിടിക്കലുകളും അംഗീകാരങ്ങളും നമ്മൾ മുമ്പിലെ കൂട്ടർ ചെയ്തു വെച്ച കർമ്മത്തിന്റെ ഫലമാണ്. അതിന്റെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുവെന്ന് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ മെരട്ട് വെള്ളം ഒഴിച്ചാൽ തേപ്പ് മുകളിൽ എന്ന് പറയുന്ന പോലെയാണ്. വെള്ളം മെരട്ട് വയ്ക്കുന്നത് തേപ്പ് മുകളിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ അനുഭവം അത് വളരെ വ്യക്തമല്ലേ. ഇപ്പൊ നമ്മൾ പൂർവികന്മാർ ചെയ്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് എൻ്റെ അച്ഛനടക്കം പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഈ മാവിൻ്റെതായാലും ഏത് ചെടിയുടേതായാലും മുകളിൽ വെള്ളം നനച്ചിട്ട് കാര്യമില്ല, ചപ്പിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. തടവരിട്ട് ജലം ഒഴിച്ചാൽ തെഴുപ്പുണ്ടാവില്ല. അപ്പൊ അവിടെയാണ് ശാഖമേൽ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ തെഴുപ്പുണ്ടാവില്ല. ചപ്പിന് വെള്ളം തെളിച്ചിട്ട് കാര്യമില്ല. മിരട്ടാ വെള്ളം കിട്ടണ്ടേ, വേരിന്റെ അടുത്താണ് വെള്ളം കിട്ടണ്ടേ. അവര് പറഞ്ഞു തന്നെ ഗുണങ്ങൾ ഇന്ന പോലെ ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്തതിന്റെ ഒരു ഫലം അതാണ് നമുക്ക് ഇന്ന് അനുഭവിക്കാനുള്ളൊരു യോഗം. അതാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. വളരെ സന്തോഷം. അജിത്ത് ഗോഡനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെയുള്ള ഓരോരോ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുടെ ജീവിതാനുഭവങ്ങൾ, ഇതിപ്പോൾ എൻ്റെ അനുഭവമാണെന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, ഇതൊന്നുമല്ല, ഒരുപാട് ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. എങ്കിലും നമ്മളെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒതുക്കിയിട്ട് അതിലാണ് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം. പിന്നെ നമ്മൾ ജീവിതാനുഭവങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞാൽ അത് ഒരു മാസം പറഞ്ഞാലും തീരൂല. രാമായണം വായിക്കും പോലെ ഒരു മാസം തേച്ചും വായിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട അജിത്ത് കൂവോട് എഴുത്തുകൂട്ടക്കാരുടെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ
അവിടുന്ന് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. നമുക്ക് എന്തായാലും നാരായണൻ്റെ ജീവിത അനുഭവങ്ങളൊന്ന് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സന്മനസ്സുണ്ടായ അജിത്തിന് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാരായണേട്ടൻ്റെ പത്മശ്രീ EP നാരായണൻ പെരുവണ്ണാൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വിശിഷ്ട വ്യക്തിയുമായി സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം.